വിവേകേ വിവേക്, നീ ഒന്ന് ആലോചിക്കുന്നത് എന്തോ പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റേ? എന്നാൽ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളിലും നടക്കുന്നുണ്ട്. എന്തോ ഒരു സിദ്ധിയാണ് എനിക്ക് കിട്ടിയ പോലെയുണ്ട്. എല്ലാം നടക്കും. എല്ലാം നടക്കും. എല്ലാം ഒരുവിധം എല്ലാം നടക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, എനിക്ക് കുറച്ച് പൈസ കിട്ടാനുള്ള ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട്. കുറച്ച് കടബാധ്യതകളുണ്ട്. അങ്ങനെ വിചാരിച്ചൊന്നും നടക്കൂലപ്പാ. ഇതിപ്പോ ഞാനായിട്ട് തന്നെ വിചാരിക്കണം. അത്തായത് വിജയശാട്ടാ, നിങ്ങൾ കടം വാങ്ങിയ ഒരാള് നിങ്ങളെ പിടിക്കാൻ വരുന്നെന്ന് വിചാരിച്ചാല് ചിലപ്പോ അത് നടക്കും. ഓ അങ്ങനെ. കുരിപ്പാലം പറഞ്ഞ പോലെ സംഭവിച്ചല്ലോ. ഒടുക്കത്തെ മഴയല്ലോ. ഇന്നലെ പണിക്കാന്ന് മൂടൊന്നുമില്ല. ഈ പണിയെല്ലാരെ കണ്ടുപിടിച്ചിന്. അല്ല ആ ചെറുപ്പകാലം എന്ത് സുഖമാണ്. ഒന്ന് ചെറുപ്പമായി കിട്ടണേന്ന് എന്ത് സുഖമായിരുന്നു. നീയണ്ടപ്പാ ഇതെത്ര പഠിക്കാനുള്ള? എന്നെ കൊണ്ടൊന്നും ഇത്ര പഠിക്കാൻ പറ്റൂല. ഈ പഠിത്താരെ കണ്ടുപിടിച്ചിന്. ഇന്ന് വേഗം വലുതായി കിട്ടിയാ മതിയായിരുന്നു. എന്നാ ഇപ്പൊ സംഭവിച്ചേ? ഞാൻ ചെറുതുന്ന് വലുതായ ഒന്നും കൂടി ഒന്ന് ചെറുതാൻ പറ്റുമെങ്കിലോ? തൊട്ട വളർത്തിയത്. ഇന്ന് പരീക്ഷ ഉണ്ടല്ലോ. എത്രയും പെട്ടെന്നൊന്ന് വലുതായാ മതിയായിരുന്നു. പഠിപ്പിൽ നിന്നൊന്ന് രക്ഷപ്പെടേ. കാണാറുണ്ട് ഡോക്ടറല്ലേ? ഡോക്ടർ കെ.എ. നരൻ, MBBS MD സൈക്കാട്രി. എന്താ നിന്റെ പ്രശ്നം? ഡോക്ടറെ, എനിക്ക് എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്. ഞാനില്ലേ, എനിക്കെന്തോ ഒരു അത്ഭുത സിദ്ധി കിട്ടിയ പോലെയുണ്ട്. കാരണം ഞാൻ എന്ത് വിചാരിച്ചു കഴിഞ്ഞാലും അത് നടക്കും. ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെയാണ്. ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള പേടിയാണ്. നല്ല കാര്യം വിചാരിച്ചാൽ അത് നടക്കൂല. ഈ രോഗത്തിന്റെ പേരാണ് ഡിസ്നോമിയ ഡിസിൻഡ്രോഫോബിയ. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നത്, അതായത് നീ വിചാരിക്കുന്ന കാര്യം നടക്കുന്നു എന്ന് തോന്നുന്ന ഒരു തോന്നലിന്റെ ഒരു തോന്നൽ മാത്രമാണ് ഈ തോന്നൽ. ഇത് വെറും ഒരു തോന്നൽ മാത്രമാണ്. മനസ്സിലായോ മോനെ? ഇതിന് പ്രത്യേകിച്ചൊരു മരുന്നില്ല. മരുന്നില്ലേ? ഇവിടെ വന്ന എന്നെ വേണം തല്ല വേണം. നല്ല മഴക്കാറുണ്ടല്ലോ. ഓഹോ മിന്നലേ മിന്നലേ താഴെ വരും.